അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല അടിപൊളി കൊഞ്ച് കറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കാണാൻ പോകുന്നതിന് മുന്നേ ഇതുവരെയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ആ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോസിനുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടും. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ എൻ്റെ എല്ലാ വീഡിയോസും കിട്ടുകയുള്ളൂ. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഈ റെസിപ്പി ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ കൊഞ്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകി നന്നാക്കി വൃത്തിയാക്കിയ കൊഞ്ചാണ് ഈ കാണുന്നത്. ഈ 1/2 കിലോ കൊഞ്ചിൻ്റെ ഒപ്പം നമ്മൾക്ക് കുറച്ച് പച്ചക്കറികൾ വേണം. അത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, സവോള ചോപ്പ് ചെയ്ത് വെച്ചത്, ചതച്ച് വെച്ച വെളുത്തുള്ളി, അതുപോലെ ചതച്ച് വെച്ച ഇഞ്ചി, അതുപോലെ തന്നെ ചതച്ച് വെച്ച പച്ചമുളക്, പിന്നെ മല്ലിയില, അതുപോലെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുടംപുളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു കുടംപുളി 2-3 പീസസ് ആക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. അതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സ്പൂണിന് 1 സ്പൂണ് മുളക് പൊടി, അതുപോലെ 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഇതേ സ്പൂണിന് തന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ഇത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. 1/2 സ്പൂണ് മല്ലിപ്പൊടി, ഇത് ഗരം മസാല. ഇതേ സ്പൂണിന് തന്നെ 1/2 സ്പൂണ് ഗരം മസാല, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ സ്പൂണിന് തന്നെ 1/2 സ്പൂണ് കുരുമുളക് പൊടി. ഞാൻ കുരുമുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1/2 സ്പൂണെന്ന് പറയുന്നത് ഞാൻ ഈ എടുത്ത പോലെ എത്ര തന്നെ വരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് എണ്ണയും വേണം. അപ്പോൾ സ്പൂണെല്ലാം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പൊടികളെല്ലാം. പിന്നെ നിങ്ങൾക്ക് സ്പൈസസ് അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് സാധനങ്ങളെല്ലാം കുറച്ച് അധികം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങളെല്ലാം കൂട്ടാവുന്നതാണ്. പിന്നെ താളിക്കാനായിട്ട് പെരുംജീരകം 1 സ്പൂണ്, അതുപോലെ തന്നെ ഉലുവ 1 സ്പൂണ്. ഉലുവ ഇതെത്രയ്ക്ക് മതി. ഉലുവ നന്നായിട്ട് ഉപയോഗിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാന് വെച്ചതിന് ശേഷം എണ്ണ ചൂടായപ്പോൾ ആ കടുക് ഉലുവയും ഇട്ട് കൊടുത്തു കേട്ടോ. കടുക് ഉലുവയും ഇട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് പൊട്ടിത്തെറിച്ചു. അത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ നമ്മളുടെ ചോപ്പ് ചെയ്ത് വെച്ച സവോളയും ഇട്ടു, ഒണിയനും ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. എന്നിട്ട് അത് ഇത്തിരി ചുവന്ന കളറായപ്പോൾ അതിൻ്റെ മേലെ മല്ലിയില ഇട്ട് കൊടുത്തു.
അതുപോലെ കറിവേപ്പില, നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിഞ്ഞ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട്, സവോളയും ഇതെല്ലാം കൂടി കുറച്ച് മൂത്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടിട്ട് കുറച്ച് നേരം വഴറ്റി കൊടുക്കുക. അതെല്ലാം നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട്. ഇനി അതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി അവസാനമേ ചേർക്കാൻ പറ്റുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ നിങ്ങൾ എടുത്തു വെച്ച പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുക്കുക. ഈ ഇഞ്ചിയും പച്ചമുളകും അവസാനം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്തെന്നാൽ ഇല്ലെങ്കിൽ എണ്ണയിലൊക്കെ ഇത് പിടിക്കും, പിന്നെ കറി ഒട്ടിയ പോലെ ഉണ്ടാവും. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് സാധനങ്ങളെല്ലാം കുക്കായിട്ടുണ്ട്. ഇപ്പോൾ കുക്കായിട്ട് കുറച്ച് ഡ്രൈ ആയ പോലെയുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതിലേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞ മസാലപ്പൊടികളുണ്ടല്ലോ, അതെല്ലാം ഇട്ട് കൊടുക്കണം. മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി, അടുത്തത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. പിന്നെ ഗരം മസാല അതും 1/2 ടീസ്പൂണ്, അതും ഇട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ഇടുകയാണെങ്കിൽ ഈ കൊഞ്ചുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുരുമുളക് പൊടി, നല്ലൊരു മസാലേൻ്റെ ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇതിപ്പോൾ ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇതിൽ വെള്ളമോ എണ്ണയോ ഒന്നും ഇനി ഒഴിച്ചു കൊടുക്കണ്ട. ഇങ്ങനെ തന്നെ ഇത് വഴറ്റി കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ കൊഞ്ച് നിങ്ങൾ കഴുകി എടുത്ത് വെച്ച കൊഞ്ച് അതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കൊഞ്ച് ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കേണ്ടതാണ്. ഇത് ഫുള്ള് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഡ്രൈ ആയിട്ട് ഇങ്ങനെ കൊഞ്ചിൽ മസാല പിടിച്ച പോലെ ആയിട്ടുണ്ടാവും. ഇത് കണ്ടോ, കൊഞ്ച് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ കൊഞ്ചിലുള്ള ഇതുണ്ടല്ലോ, ഞാൻ ഉപ്പ് കുറച്ചും കൂടി ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നേ, അതുകൊണ്ട് ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ കൊഞ്ച് ഇങ്ങനെ വെച്ചപ്പോഴേ കണ്ടല്ലേ നല്ല ഡ്രൈ ആയിരുന്നത്, കൊഞ്ചിലുള്ള വെള്ളം ഇറങ്ങിയിട്ട് തന്നെ കുറച്ച് വെള്ളം ആയ പോലെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യണം. അപ്പോൾ മൂടി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. മൂടി വെച്ച് കുക്ക് ചെയ്തപ്പോൾ കുറച്ച് വെള്ളം ആയ പോലെ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടതല്ലേ, അത് ഇപ്പോൾ കുറച്ച് കൊഞ്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് വീണ്ടും മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൊഞ്ച് നല്ല ഗ്രേവി പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. നമ്മൾക്കിങ്ങനെ ഈ തവി കൊണ്ട് തവി അല്ലെങ്കിൽ ഈ കയ്യിൽ സ്പൂണ് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇളക്കി നോക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം കൊഞ്ച് വെന്തോ ഇല്ലയോ എന്നുള്ളത്. ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ അത് നല്ല ഗ്രേവി പരുവത്തിൽ വെന്തിട്ടൊക്കെ വന്നിട്ടുമുണ്ട്. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ ചോറിൻ്റെ കൂടെയോ
അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, പലഹാരങ്ങളുടെ കൂടെയാണെങ്കിൽ ഈ രീതിയിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇതിൽ ഇല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ സാധനം കണ്ടൻറ്റ് അധികം വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ചിട്ടോ തേങ്ങാപ്പാലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തേങ്ങ അരച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ആണെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ തേങ്ങ അരച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലാണെങ്കിലാണ് കേട്ടോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നന്നായിരിക്കുക. ഇപ്പം നല്ല അടിപൊളി ഒരു കൊഞ്ച് കറിയായിട്ട് ഉണ്ട്. കൊഞ്ച് തേങ്ങ അരച്ചൊഴിച്ച കറിയായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ സൂപ്പർ കറിയാണ് കേട്ടോ ഈ കൊഞ്ച് കറി. കുറച്ച് തേങ്ങ അരച്ചൊഴിച്ചിട്ട് ഒരു 2 മിനിറ്റിന് അത് കുറച്ച് തിളയ്ക്കാൻ വേണ്ടി വെക്കണം. തേങ്ങ നന്നായിട്ട് പിടിക്കാനിത്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ കൊഞ്ച് കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റുള്ള കൊഞ്ച് തേങ്ങ അരച്ചൊഴിച്ച കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. അസ്സലാമു അലൈക്കും.